ഹായ് മക്കളെ, നമ്മുടെ മോഡൽ എക്സാമിന്റെ ഒരു അൺഒഫീഷ്യൽ ടൈം ടേബിൾ വന്നിരിക്കുവാണ്. ഓൾമോസ്റ്റ് 90% ഇതേ ടൈം ടേബിൾ തന്നെ ഒഫീഷ്യലി വരാനാണ് സാധ്യത. നമുക്ക് കൃത്യമായിട്ട് പ്ലസ് 1 പ്ലസ് 2 ടൈം ടേബിൾ അനലൈസ് ചെയ്യാം. ഈ ടൈം ടേബിളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലസ് 1 പ്ലസ് 2 ഒരേ സബ്ജക്റ്റ് ഒരേ ദിവസമാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സമയത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ആഫ്റ്റർനൂണും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് ഫോർനൂണുമാണ് പരീക്ഷ. പക്ഷേ സബ്ജക്റ്റിലൊന്നും ഒരു മാറ്റവുമില്ല. 17-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. 17-ാം തീയതി ഇംഗ്ലീഷാണ് പരീക്ഷ. 18-ാം തീയതി നിങ്ങളെ കാത്തിരിപ്പുള്ള പരീക്ഷ കെമിസ്ട്രിയാണ്. അതായത് ഗ്യാപ്പ് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഒരാഴ്ച കൊണ്ട് പരീക്ഷ അങ്ങ് നടത്തി തീർക്കാൻ പോവുകയാണ്. 17-ാം തീയതി ഇംഗ്ലീഷ്, 18-ാം തീയതി കെമിസ്ട്രിയാണ്. 19-ാം തീയതി മാത്സിന്റെ പരീക്ഷയാണ് വരുന്നത്. 20-ാം തീയതി അത് കുറച്ച് കുഴപ്പിക്കുന്ന ദിവസമാണ്. കാരണം 20-ാം തീയതി നിങ്ങളെ ഫിസിക്സും ഉണ്ട്, സിമിലർ വേ സെക്കൻഡ് ലാംഗ്വേജിന്റെ പരീക്ഷയുണ്ട്. ഫിസിക്സിന്റെ പരീക്ഷയും സെക്കൻഡ് ലാംഗ്വേജിന്റെ പരീക്ഷയും 20-ാം തീയതി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. 21-ാം തീയതി സിമിലർ വേ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ബയോളജി സയൻസ് പരീക്ഷയുമുണ്ട്. ഇത് 100% ഉറപ്പുള്ള ടൈം ടേബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഇതേ ടൈം ടേബിൾ വരാനാണ് 90% സാധ്യതയുള്ളത്. എന്തെങ്കിലും ചെറിയൊരു മാറ്റം മേ ബി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും 17-ാം തീയതിയാണ് മോഡൽ പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. ഒരു ഗ്യാപ്പും ഇല്ലാത്ത ഇതുപോലൊരു ടൈം ടേബിൾ തന്നെ നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യണം. ഒരു സംശയവും വേണ്ട. സോ കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു തുടങ്ങിയോ മക്കളെ. ഒട്ടും തന്നെ ലേറ്റ് ആക്കരുത്. അടിപൊളിയായി തന്നെ പരീക്ഷ ഇത്തവണ നമുക്ക് എഴുതണം. ക്രിസ്മസ് പരീക്ഷയിൽ സംഭവിച്ച പിഴവുകളെല്ലാം തിരുത്തി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് കിടലനായി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഏറ്റവും മികച്ച മാർക്ക് തന്നെ നമുക്ക് ഉറപ്പിക്കാം. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.